നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഴിമതിക്കാരനാണ് എന്ന് ശക്തമായി കപിൽ സിബൽ അടക്കമുള്ള പ്രധാനികളായിട്ടുള്ള പ്രതിപക്ഷത്തുള്ള നേതാക്കൾ വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വലിയ തോതിൽ സംശയത്തിൻ്റെ നിഴലിൽ ആയതെങ്ങനെയാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രതിനായക പദവിയിലേക്ക് എത്തിച്ചേരുന്നത്? സുപ്രീം കോടതിയും സുപ്രീം കോടതിയിലെ വ്യവഹാര ക്രമങ്ങളെ ജനങ്ങളിപ്പോൾ ഭീതിയോടെ എന്തുകൊണ്ടാണ് നോക്കുന്നത്? ജനങ്ങൾക്ക് നീതി ലഭിക്കുന്ന സ്ഥലമായിട്ടല്ല, പകരം അനീതി മൊത്തമായും ചില്ലറയായി പുറപ്പെടുവിക്കുന്ന അഥവാ വിതരണം ചെയ്യുന്ന സ്ഥലമായാണ് സുപ്രീം കോടതിയെ സാധാരണക്കാർ കണ്ടു തുടങ്ങിയിരിക്കുന്നതെന്ന് സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ഉറക്കെ പറയുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? ഇവിടെയൊക്കെയാണ് കപിൽ സിബൽ പറഞ്ഞ വാക്കുകൾ, അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗം ഒക്കെ വ്യക്തമാകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. സംഘപരിവാർ സംഘടനകൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതിയും സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങളും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ BR ഗവായിക്കെതിരെ BJPയുടെ ഒരു അനുഭാവിയായ അഭിഭാഷകൻ ഷൂ എയർ നടത്താൻ വരെ തുനിഞ്ഞതും, കയ്യേറ്റം ചെയ്യാൻ, അതും കോടതി സമുച്ചയത്തിനുള്ളിൽ ജഡ്ജിന്റെ ചേംബറിൽ വെച്ച് കയ്യേറ്റം നടത്താനുള്ള ശ്രമം വരെ ഉണ്ടായത് നമ്മൾ ഈ രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിച്ചതാണ്. മാത്രമല്ല, രാഷ്ട്രപതി എന്നത് പ്രധാനമന്ത്രിയുടെയും ക്യാബിനറ്റിന്റെ റബ്ബർ സ്റ്റാമ്പായി ഇരുന്നു കൊണ്ട് സർവാധികാരത്തെ പറ്റി വാചാലയായ സാഹചര്യവും നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു നിരന്തരമായ ഫൈറ്റ് നടത്തുന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ കഴിഞ്ഞ ഏറെ നാളുകളായി കമാന്നൊരക്ഷരമിണ്ടാതെ സംഘപരിവാറിന് അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ആവർത്തിച്ച് പലകുറി പലവട്ടം ചോദിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് BR ഗവായി അടക്കമുള്ളവർ പൊതുരംഗത്തിറങ്ങി ഇപ്പോഴത്തെ കോടതി നടപടികളെ ചോദ്യം ചെയ്യണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. BR ഗവായിയും സഞ്ജയ് ഖന്നയും ഒക്കെ എടുത്ത തീരുമാനങ്ങൾ ദൃഢമായിരുന്നു. അവർ പോരാടിയ നാൾവഴികൾ എടുത്തു നോക്കുമ്പോൾ അഭിമാന പുരസ്സരം പറയാം. അവർ റോൾ മോഡലാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനത്തെക്കുറിച്ച് എപ്പോഴും ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ആ സ്ഥാനത്ത് മഹനീയ പദവി അലങ്കരിച്ച ഒരു വിശിഷ്ട വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് TN ശേഷൻ എന്നാണ്. IAS TN ശേഷനുമായി താരതമ്യം ചെയ്യാറുണ്ട് പല ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷന്മാരെയും ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ കൈയാളുന്ന ഉദ്യോഗസ്ഥരെ. ഇപ്പോഴിതാ സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനേക്കാൾ പരിതാപകരമായി മാറിയിരിക്കുന്നു എന്ന സ്ഥിതി വിവരങ്ങളിലേക്ക് പോകുന്നു. ഇതിനെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ പല ഹൈക്കോടതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഹൈക്കോടതികൾ അപലപിക്കുന്നു. നമുക്കറിയാം, പല ഹൈക്കോടതികളുടെയും ഉന്നതമായിട്ടുള്ള അപ്പീലുകൾ സുപ്രീം കോടതി നടപടിക്രമങ്ങളിലൂടെയാണ് അതിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇവിടെ ജസ്റ്റിസ് സൂര്യകാന്തിനെ തന്നെ വലിയ തോതിൽ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായുണ്ട്.